ഷാർജയിൽ ജീവനൊടുക്കിയ വിഭഞ്ചികയുടെ മൃതശരീരം അവിടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഇന്ന് നാട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അമ്മ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. വിഭഞ്ചികയുടെ ഭർത്താവിന് ഒരേ ഒരു നിർബന്ധം, മകളുടെ സംസ്കാരം അവിടെ നടത്തണമെന്ന്, വിട്ടുകൊടുക്കാൻ പറ്റൂല എന്നൊക്കെ ഉള്ള ഒരു ഇതായിരുന്നു. ഈ വിഭഞ്ചികയുടെ ശരീരമാണ് നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ഇനി കൊണ്ടുവന്നതിന് ശേഷം റീപോസ്റ്റ്മോർട്ടം ചെയ്യും എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ വിഭഞ്ചികയുടെ ശരീരം കൊണ്ടുവരുന്ന വീഡിയോ ഒന്ന് കാണാം. ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേരളപുരത്തെ വിഭഞ്ചിക മണിയൻ്റെ സംസ്കാരം ഇന്നാണ് നടക്കുക. കേരളപുരത്തെ വീട്ടുവളപ്പിൽ ഇന്ന് വൈകുന്നേരം 3 മണിയോടെ സംസ്കാരം നടക്കും. ഇന്നലെ രാത്രി 11:45 വിഭഞ്ചിയുടെ മൃതദേഹം തിരുവനന്തപുരത്തെ വിമാനത്താവളത്തിൽ എത്തിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ റീപോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോവുക. വിഭഞ്ചിയുടെ മകൾ വൈഭവിയുടെ സംസ്കാരം കഴിഞ്ഞ ദിവസം ഷാർജയിൽ നടന്നിരുന്നു. കൊച്ചുമകളെ കൂടി കൊണ്ടുവരാൻ മുത്തശ്ശി ശ്രമിച്ചെങ്കിലും അത് അവിടുത്തെ നിയമം നിലനിൽക്കുന്നതുകൊണ്ട് അവിടെ തന്നെ സംസ്കരിക്കുകയായിരുന്നു. ജൂലൈ 8 പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാകും, രാത്രിയിലാണ് വിഭഞ്ചിയെയും മകൾ വൈഭവിയെയും മരിച്ച നിലയിൽ അൽ-നഖദയിലെ താമസ സ്ഥലത്ത് കണ്ടെത്തിയത്. സങ്കടകരമായ വാർത്തയായിരുന്നു അത്. തീർച്ചയായിട്ടും ഇന്ന് വൈകുന്നേരമാണ് സംസ്കാരം നടക്കുക. ഇപ്പം വിഭഞ്ചികയുടെ മൃതശരീരം അവിടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് നാട്ടിലേക്ക് കൊണ്ടുവരികയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ റീപോസ്റ്റ്മോർട്ടം നടത്തി അതിനുശേഷം ജന്മനാട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പം കുഞ്ഞു മോൾ 1 വയസ്സായ 1.25 വയസ്സായ മകളെ അവിടെ സംസ്കരിച്ചു. ഇനിയിപ്പം ഞാൻ പറയാൻ പോകുന്നത് അതൊന്നുമല്ല, അതുല്യയുടെ വിഷയമാണ്. ഞാൻ ഇതും കൂടെ വിഭഞ്ചികയുടെ കാര്യം കൂടി ഒന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വിഭഞ്ചികയും ഈ അതുല്യയും അവർ രണ്ടുപേരും ഷാർജയിലായിരുന്നു. രണ്ടുപേരും ഭർത്താക്കന്മാരുടെ പീഡനം സഹിക്കവയ്യാതെ വിഭഞ്ചികയും ഒരുപാട് ക്രൂരമായ മർദ്ദനങ്ങൾ അവിടുത്തെ പോസ്റ്റ്മോർട്ടത്തിൽ തന്നെ തെളിഞ്ഞെന്ന് പറയുന്നുണ്ട്. ശരീരത്തിൽ ചതവും ഫുള്ള് ചതവുകളാണ്. അവനിതുപോലെ കൊന്നുകെട്ടി തൂക്കിയതായിരിക്കും അമ്മയും മകളെ. ആ മകളും അങ്ങനെ ചെയ്യൂലെന്നാണ് പറയുന്നത്. ഇതുപോലെ അതുല്യ ഇതുപോലെ തന്നെയാണ്. അതുല്യയുടെ മകൾ ഇവിടെയാണ്. 10 വയസ്സായി മകള് വാവിട്ട് കരയണമെന്നാണ് പറയണത്. വീട്ടുകാർക്ക് അറിയിക്കേണ്ടി വന്നു. അതുല്യ മരിച്ചതിന് ശേഷം ഈ സതീഷിൻ്റെ വീട്ടിൽ ചെന്ന് അമ്മയോട് കാര്യങ്ങളൊക്കെ തിരക്കി. അപ്പോൾ അവർ പറയുന്നത് 5 വർഷമായി ഈ മകനുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല, അവർ വേറെ വീട്ടിലാണ് താമസിക്കുന്നത്, ഇവരെ വാർഡ് നോക്കി പോകട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് ഇവരെ മൂത്ത മകൻ മരിച്ചപ്പോൾ പോലും ഇവരൊന്നും വരികയോ ചെയ്തില്ല. അവർ സന്തോഷമായി ജീവിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അമ്മ കരയുന്നുണ്ട്. ചിലപ്പോൾ ഉള്ളതായിരിക്കാം. പിന്നെ അതുപോലെ ഈ സതീഷിൻ്റെ അച്ഛനില്ല, അച്ഛനും മരണപ്പെട്ടതാണ്. അപ്പോൾ അച്ഛനും ഒരു മകനും മരിച്ചതിൻ്റെ വിഷമമാണ് ഈ അമ്മയ്ക്ക്. അപ്പോൾ ഈ ചാനലുകാരെയൊന്നും അവരെ ഓരോന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കണത് അത് ശരിയായ കാര്യമല്ല. അതുല്യരെ വീട്ടുകാർ പറഞ്ഞതായിട്ടും ഇവരെന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയെന്നും അതുല്യം സതീഷും തങ്ങളിൽ ഒത്തുപോയില്ലെന്നുണ്ടെങ്കിൽ ഈ അമ്മ എങ്ങാണ്ട് കിണറ്റിച്ചാടും എന്ന് പറഞ്ഞെന്നാൽ അങ്ങനെയൊക്കെ പറഞ്ഞ് വെറുതെ പ്രചാരണങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ മീഡിയയുടെ മുന്നിൽ വന്ന് കരയുന്നുണ്ട്. ഭയങ്കര സങ്കടപ്പെട്ടാണ് കരയുന്നത്. അവരെന്തെങ്കിലുമൊക്കെ ചെയ്ത് കളയും എന്നൊക്കെ ഉള്ള രീതിക്ക് പറയും. ആ അമ്മയെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവൻ 5 വർഷം കൊണ്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. ഇവൻ വെറും സൈക്കോയാണ്. പിന്നെ ഓരോരുത്തരും ഈ കുറ്റവാളിയിലൊപ്പം നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിച്ച് ശരീരത്തിലെ ആ മുറിവുകളും ചതവുകളും ഈ പാടുകളും മൊത്തം ഈ പെൺകുട്ടി ഓരോ പ്രാവശ്യം ഉപദ്രവിക്കുന്നതും വീഡിയോ ആയിട്ട് എടുത്ത് അമ്മയ്ക്കായിരുന്നാലും കൂട്ടുകാരികൾക്കായിരുന്നാലും സ്വന്തം സഹോദരി അവിടെ ഷാർജയിലുണ്ട് അവർക്കായിരുന്നാലും ഇട്ട് കൊടുക്കുമായിരുന്നു. എല്ലാ കാര്യങ്ങളും അറിയാമെന്നുള്ളത്. അപ്പോഴെപ്പോഴും ഇവൻ ഉപദ്രവിക്കുന്നത് വീഡിയോ പകർത്തി ഇട്ട് കൊടുക്കുമായിരുന്നു. ഇവൻ സൈക്കോയെ പോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റി. ഇവൻ സൈക്കോയെ പോലെ ഇരുന്നും കൊണ്ട് കാണിക്കുന്നത്, കസേര എടുത്ത് ഈ കുട്ടിയെ അടിക്കാൻ ശ്രമിക്കുന്നത്. എന്നിട്ട് ആളുകൾക്ക് ഇത്രയും മനസ്സിലാകാത്തതിൻ്റെ കാര്യം എന്താണെന്തോ. ആളുകൾ അങ്ങ് കമൻറ്റിലൂടെ ആയിരുന്നാലും അവന് സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ട്. ഒന്നുകിൽ പറയണം അത് ഇങ്ങനെയൊന്നും പറയരുത്, പോസ്റ്റ്മോർട്ടത്തിൽ തെളിയാൻ ഒന്നുമില്ല. ഇവൻ ആ സമയത്ത് ഈ പെൺകുട്ടിയുടെ റൂമിൽ ആ സ്ഥലത്ത് എല്ലാം അവൻ കട്ടിൽ വലിച്ച് നീക്കിയിട്ടുണ്ട്. എല്ലാം ഇവൻ കൊണ്ടുവച്ച്. എന്നിട്ട് ഇവൻ എടുക്കാൻ വയ്യാത്ത കട്ടിൽ വലിച്ച് നീക്കിയിട്ട് എന്തിനാണ് ഈ പെൺകുട്ടിക്ക് അവിഹിതമുണ്ട്, അവിടെ ആരോ കയറി വന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇവൻ ആ കട്ടിൽ അവിടെ നീക്കിയിട്ടു. പിന്നെ അതിനുശേഷം ഒരു കെട്ട് മാസ്ക് അവിടെ വെച്ചു. പിന്നെ അതിനുശേഷം ഒരു കത്തി അവിടെ വെച്ചു. പിന്നെ ഗ്ലൗസ് അവൻ്റെ അല്ല എന്നറിയിക്കാൻ വേണ്ടി എവിടെയോ പോയൊരു ബട്ടൺസ് കൊണ്ടുവന്ന് അതും അവിടെ വെച്ചു. ഇവൻ എന്തെല്ലാം വേല കാണിച്ചു. അതുല്യ ഒരുപാട് ഇവനെ ഇഷ്ടപ്പെട്ടു. ഇവൻ്റെ വാക്കുകളിൽ
അതുല്യ മയങ്ങി വീണു എന്ന് വേണം പറയാൻ. യവൻ ഇത്രത്തോളം ക്രൂരമായി അടിച്ചിട്ട് വീണ്ടും യവൻ മാപ്പ് പറഞ്ഞ് പിറകെ ചെല്ലും. അപ്പം ഈ പെൺകുട്ടിക്ക് തോന്നും, ഓ എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്, ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കും. അങ്ങനെയുള്ളവരും ഉണ്ട്, ഒരുപാട് പേരുണ്ട്. ആ സ്നേഹത്തിന് മുന്നിൽ അടിയറ വയ്ക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. അപ്പം നമുക്ക് ഈ അതുല്യയുടെ കുടുംബത്തിലുള്ള ഒരു പെൺകുട്ടിയാണ് നിന്ന് അതുല്യയുടെ കാര്യങ്ങളെല്ലാം ആദ്യം മുതൽ അറിയാമെന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അതുല്യ അമ്മയുടെ അടുത്തും എല്ലാ കാര്യങ്ങളും പറയുമായിരുന്നു. പക്ഷേ അവരൊക്കെ വിളിച്ചാലും അതുല്യ വരില്ല. വീണ്ടും വീണ്ടും അവൻ്റെ കൂടെ ഒത്തുതീർപ്പിലായി അവൻ ഇത്തിരി സ്നേഹം കാണിക്കുമ്പോൾ അവൻ്റെ കൂടെ അങ്ങ് ചായും. ഡിവോഴ്സിൻ്റെ വക്ക് വരെ പോയതാണ്. എന്നിട്ട് പോലും ഈ പെൺകുട്ടി വീണ്ടും ഡിവോഴ്സിൽ നിന്ന് പിന്മാറിയതിന് ശേഷം ഇവൻ്റെ ഈ മൊട്ട തലേൻ്റെ പിറക്കേന്ന് അങ്ങ് പോയി. ബന്ധു പറയുന്ന വാക്കുകളൊന്ന് കേൾക്കാം. ജിഷ പറയുന്ന ഒരുപാട് ചോദ്യങ്ങൾ ഇന്നും ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്തേണ്ടത് ഇവിടുത്തെ നിയമ സംവിധാനങ്ങളാണ്. ജിഷയോട് എങ്ങനെയായിരുന്നു അതിൽ എന്തൊക്കെയായിരുന്നു പറയാറുണ്ടായിരുന്നത്? അതിലെ എല്ലാ വിഷമങ്ങളും എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. 2020 ഈ സതീഷിന്റെ കുറച്ച് കാര്യങ്ങൾ എന്നോട് സംസാരിച്ചിരുന്നു. അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. മദ്യപാനം എന്നുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ അന്നൊന്നും അതുല്യയുടെ അനിയത്തിയുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല. ഈ 2017 ഇവൾക്ക് ആദ്യമേ ഒരു വിഷയം വന്നിട്ട് ഈ പെൺകുട്ടിയെ അടിച്ചൊതുക്കി അങ്ങോട്ട് വെച്ചിട്ട് ഇവൻ എന്തോന്നിൻ്റെ മുകളിൽ കയറി ഇരുന്നും കൊണ്ട് കാലും വെച്ച് ഈ രാജാക്കന്മാർ ഇരിക്കുമ്പോൾ കണക്ക് ഇരുന്നും കൊണ്ടാണ് ഇവൻ ഇങ്ങനെ ഇരുന്ന് ചിരിക്കണത് മൊട്ടത്തലേ. അന്ന് വിസ്മയ കേസോ ഉത്തര കേസോ അല്ലെങ്കിൽ ഒരു കേസും വന്നിട്ടില്ല. അന്നത്തെ കാലത്ത് ഒരു പ്രശ്നം വന്നാൽ എല്ലാം സ്ത്രീകളുടെ പ്രശ്നമാണ്. ഇപ്പൊ കുടുംബത്തെ ഏതെങ്കിലും ഒരു ഡിവോഴ്സ് നടന്നാലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഭർത്താവിന്റെ വീട്ടുകാരാണെങ്കിലും നിന്റെ വീട്ടിൽ അങ്ങനെ വന്നിരിക്കുന്നു, ഇങ്ങനെ ഇരിക്കുന്നു, ചുറ്റും അവളുടെ ഒരു പ്രശ്നം അല്ലെങ്കിൽ പോലും കൂട്ടി നമ്മളെയും കൂടെ പ്രശ്നക്കാരാക്കും എന്നുള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അവളും PSCക്കും ആക്കി വൈകിട്ടിരുന്നു. കുഞ്ഞമ്മയൊക്കെ എതിരായി വിളിച്ചുകൊണ്ട് പോകുന്നതിന്. ഒരിക്കലും ഇന്ന് ഈ വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് വിഷമമുണ്ട്. കാരണം അന്നത്തെ സമയത്ത് ഈ അമ്മയൊക്കെ എതിരായിരുന്നു, ഇവള് പോകുന്നതിന് എതിരായിരുന്നു. ഇവര് PSCക്ക് വിട്ടു. 10ാം ക്ലാസ് +2 കഴിഞ്ഞ് ഡിഗ്രി അവർക്ക് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു കൊച്ച് എങ്ങനെ ജീവിക്കണം? 2-2.5 ലക്ഷം രൂപ സാലറി ഉള്ള സതീഷിന് 5000 10,000 അവളുടെ കൊച്ചിന്ന് 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ശ്രീബുദ്ധിയിലാണ് അവള് പഠിക്കുന്നത്. അപ്പൊ അങ്ങനെ പഠിക്കുന്നിടത്ത് ഈ 5000 10,000 ഒക്കെ കൊണ്ട് ഒരു കുഞ്ഞിനെ വളർത്താൻ പറ്റൂ? അവർക്ക് ഡിഗ്രി കംപ്ലീറ്റ് ആയിട്ടില്ല. അങ്ങനെ സ്വയം തെരഞ്ഞെടുത്ത് കമ്പ്യൂട്ടർ പഠിച്ച് ആ കൊച്ചിനെ ഇവിടുത്തെ സാലറി അല്ല, ദുബായിൽ ഞാനും നിന്നിട്ടുണ്ട്. ഒരു റിസപ്ഷൻ ജോലിക്ക് തന്നെ 2,800 2,000 ഒക്കെ ദർഹം കിട്ടും. അപ്പൊ അവൾക്കൊരു മിച്ചമായിരിക്കും എന്നും പറഞ്ഞായിരിക്കും അവള് പോയിരിക്കുന്നത്. ഇത്രയൊക്കെ കടിച്ചു പിടിച്ച് എങ്ങനെയും ജീവിക്കണോ എന്നുള്ളൊരെന്തോന്നു. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് എല്ലാവർക്കും ചോദിക്കാം, അവർക്ക് ഡിവോഴ്സ് ചെയ്തൂടെ? അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന സ്ത്രീകളുണ്ട്. പക്ഷെ അവൾക്കൊരു മോളാ ഉള്ളത്. മോളെ എവിടെ എത്തിക്കും? ഓരോരുത്തരും ചോദിക്കുമെന്ന് ഡിവോഴ്സ് ചെയ്തുകൂടെ എന്ന്. അപ്പം അവൾക്കൊരു മോളാണുള്ളത്. ആ മോളെ എങ്ങനെ എവിടെ എത്തിക്കുമെന്നാണ്. ഇങ്ങനത്തെ കുടിയന്മാരുടെ കിടന്നിട്ട് എന്തേലും ഫലമുണ്ട്? അത് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് കഴിഞ്ഞ് പോകൂലേ? അതും അവിടെ ആ കൊച്ചു മോളെ കരുതി അങ്ങ് കിടന്ന്. അവന്മാർക്ക് ഉത്തരവാദിത്തം ഇല്ലെങ്കിൽ പിന്നെ എന്തേലും കണ്ട കണക്കിന് അങ്ങ് കിടക്കണം. അവന്മാർ എങ്ങോട്ടാ കണ്ട കണക്കിന് പോട്ടെന്ന് വിചാരിക്കണം. അതിന് അത്രയും ഇത് അവിടെ കിടന്ന് ആട്ടിയും ഇടിയും കൊണ്ട് അവസാനം എന്തോന്ന് ചെയ്ത് യമൻ അടിച്ച് കൊന്ന് തന്നെ കെട്ടി തൂക്കിയത്. എത്ര അടിയും ഇടിയും കൊണ്ടാലും ഇപ്പം ഒരു സെക്കൻഡ് മാരേജിനോ തേർഡ് അങ്ങനെ മാരേജിന് പോവുകയാണെങ്കിൽ ആ കുഞ്ഞ് എവിടെ? ഇപ്പൊ അച്ഛനും അമ്മയും വയസ്സായി, പെൺകുട്ടി കുറച്ചു കാലം കഴിയുമ്പോൾ അവളെ ആര് നോക്കും? നമുക്കൊരു സ്വാതന്ത്ര്യത്തോടെ നമ്മുടെ മോളെ നോക്കാനോ കൊണ്ട് നിർത്താനോ ഒരാളിനെ അച്ഛാന്ന് വിളിക്കുന്നതൊക്കെ അവൾക്ക് ബുദ്ധിമുട്ടായി തോന്നിക്കാണും. അന്യ ഒരാളിനെ അച്ഛാന്ന് വിളിക്കുന്നത് ബുദ്ധിമുട്ടായി കാണും. ഇപ്പം ആദ്യത്തേതിലുള്ള മക്കളായിരുന്നാലും നല്ലോണം നോക്കുന്ന എത്രയോ പേരുണ്ട്. ഈ സ്വന്തം അച്ഛന്മാരെ പോലും ഇപ്പം വിശ്വസിച്ചിടല്ലോ. സ്വന്തം ചോരയിലുണ്ടാകുന്ന മക്കളെ പോലും അവന്മാർ നശിപ്പിക്കണവന്മാർ എത്രയാണ്. അച്ഛന്മാരെ പോലും ഇപ്പം വിശ്വസിച്ചൂടാ. അവന്മാർ മദ്യത്തിന് അടിമയായിട്ട് വന്ന് എന്താണ് കാണിക്കണേന്ന് അവന്മാർക്ക് അമ്മയെ അറിഞ്ഞൂടാ, പെങ്ങളെ അറിഞ്ഞൂടാ, മക്കളെ അറിഞ്ഞൂടാ എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളവന്മാർ പെരുമാറുന്നത്. അതായിരിക്കും അവൾ ഇത് തന്നെ സഹിച്ച് കടിച്ചു പിടിച്ച് നിന്നത്. ഈ ജോലിയിൽ ജോയിൻ ആവുന്നതിന്റെ തലേ ദിവസം പോലും ഒരുപാട് ഹാപ്പി ആയിട്ട് ഡ്രസ്സൊക്കെ മേടിച്ചിട്ടുണ്ട്. അനിയത്തിയുടെ കയ്യുന്ന ഡ്രസ്സും മാസ്ക് അദ്ദേഹം ഇവിടെ എല്ലാം പാടുണ്ടായിരുന്നു. അപ്പൊ ആ കൊച്ചു അത് മറയ്ക്കാൻ വേണ്ടി കൊണ്ടുപോയ മാസ്ക് പോലും അവൻ തിരിച്ച് ഇങ്ങനെയൊക്കെ ആക്കി.
ആ മനസ്ഥിതി ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ. അനിയത്തിയുടെ കയ്യിൽ നിന്നും ഇവിടെ അത്രയും അള്ളിക്കീറി വെച്ചിരിക്കുകയാണ്. ആ അനിയത്തിയുടെ കയ്യിൽ നിന്നാണ് മാസ്ക് തലേ ദിവസം കൊണ്ട് പോയെന്ന് ഈ പെൺകുട്ടി മേടിച്ചുകൊണ്ട് പോയി. എവിടെ വെച്ചിരുന്ന മാസ്കിനെ എടുത്തിട്ട് യവന് ഈ പെൺകുട്ടിക്ക് അവിഹിതമുണ്ടെന്നും പറഞ്ഞും കൊണ്ട് അവിഹിതമാക്കി തീർക്കാൻ വേണ്ടി റൂമിൻ്റെ ഒരറ്റത്ത് മാസ്കും കൊണ്ടുവച്ച് യവൻ തന്നെ ഗ്ലൗസും കൊണ്ടുവച്ച് യവൻ എല്ലാം അവിടെ ചെയ്ത് ഈ കുട്ടിയെ കൊന്നിട്ട് വേറെ ആരുമാണ് റൂമിൽ കയറിയത് എന്നറിയിക്കാൻ വേണ്ടി അവൻ എല്ലാം ചെയ്തു. പക്ഷേ അവൻ വെളിയിൽ നിന്ന് ഈ കൊച്ചിനെ കൊന്നു കെട്ടി തൂക്കിയതിന് ശേഷം വെളിയിൽ നിന്ന് താക്കോലും എടുത്തും കൊണ്ടാണ് അവൻ പോണത്. ഒരു ചാവിയേ ഉള്ളെന്ന് പറയണേട്ട് ആ ചാവി എടുത്തും കൊണ്ടാണ് ഇവൻ പോണത്. ഈ പെൺകുട്ടി കിടന്ന റൂം ഇതിനെ അടച്ചിട്ടിരുന്നു അവിടെ, അത് റൂം ചാരിയിട്ടിരുന്നു. ഇത്രയും കേസുകൾ വന്ന് ഈ 2017 ഇങ്ങനെ ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടില്ല. ഈ ആത്മഹത്യ ഈ ദുബായിൽ ഇപ്പൊ തന്നെ ഒരു യൂട്യൂബർ മരിച്ചിരുന്നു. യൂട്യൂബർ എന്തെങ്കിലും ശിക്ഷ കിട്ടിയോ? അത് കഴിഞ്ഞിട്ട് ഇപ്പം വിഭജിക മരിച്ചിട്ട് എനിക്ക് തോന്നുന്നു 9ാമത്തെ ദിവസമാണ് ബോഡി കൊണ്ടുവന്നത്. അതിന്റെ 2 ദിവസം മുന്നേ ഞങ്ങളുടെ കുഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നത്. അപ്പൊ അവൾ ഈ ന്യൂസ് എല്ലാം കാണുന്നുണ്ടല്ലോ, അവൾ അത്രയ്ക്കും മന്ദബുദ്ധിയാണോ ആത്മഹത്യ ചെയ്യാൻ? എന്താ ആരൊക്കെയായി വിസ്മയായി ഈ ഇത്രയും പെൺകുട്ടികൾ മരിച്ചിട്ട് ഒരു കേസൊന്നും ഒന്നും ആവണില്ല. വിഭജികയായി, അതുല്യായി, അതുപോലെ വിസ്മയ. വിഭജികയ്ക്ക് എന്തെങ്കിലും നീതി കിട്ടിയോ? എവിടുന്നെങ്കിലും കിട്ടിയോ? നഷ്ടം ആർക്ക്? അച്ഛനും അമ്മയ്ക്ക്, ആ കുഞ്ഞിന്. ഫിനാൻഷ്യലി സ്റ്റേബിള്. നഷ്ടമായത് ആ അമ്മയ്ക്കും അച്ഛനും ആ കുഞ്ഞിനും മാത്രമാണ്. പക്ഷെ ആ അമ്മയും അച്ഛനും അന്നേ കൊണ്ടുവന്ന് അതുല്യ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിരുന്നെങ്കിൽ, അവന് വേണ്ട എന്ന് തീർത്തും അങ്ങ് പറഞ്ഞ് ഡിവോഴ്സായി കൊണ്ടുവന്ന് നിർത്തിയിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. വീണ്ടും വീണ്ടും അവൻ വിളിച്ചുകൊണ്ട് പോകുമായിരുന്നു. അതാണ് ഇതിലുണ്ടായത്. ഇനിയെങ്കിലും ഇങ്ങനെ അങ്ങ് അബദ്ധം പറ്റാതിരിക്കട്ടെ. ഇനിയിപ്പോൾ റീപോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ അറിയാം ഇവൻ എന്താണ്. ഇവൻ തന്നെയാണെന്നുള്ള അറിയാം. അവൻ്റെ ലുങ്കിയിലാണ് തൂങ്ങിയതെന്നാണ് അവൻ പറയണത്. പക്ഷേ യവൻ തന്നെയാണ്, ഈ പെൺകുട്ടി അങ്ങനെ ചെയ്യൂല എന്ന് തന്നെയാണ് പറയണത്. എന്തായാലും സത്യം തെളിയട്ടെ. യവനാണ് കൊന്നിട്ടുണ്ടെങ്കിൽ യവൻ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം.